നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് നോക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ് എന്താണ് നമുക്കിന്ന് തരുന്ന യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡുകൾ നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സൺ കാർഡ് വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, ബാലൻസ്, സെവൻ ഓഫ് സോർഡ്സ് ആൻഡ് ചാരിയറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഓവറോൾ എനർജി എന്ന് പറയുന്നത് കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അതായത് നമ്മൾ ഒരു പുതിയ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർ ഒരു പുതിയ ജോലി കിട്ടുന്നതിൻ്റെ ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് പ്രൊമോഷൻസ് അല്ലെ പ്രൊഫഷണൽ ഗ്രോത്ത് കിട്ടുന്ന ഒരു എനർജി, കലാകാരന്മാർ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അംഗീകാരം കിട്ടുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതായത് നമ്മൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജി വരുന്നുണ്ട്, പുതിയൊരു തുടക്കം. പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് ഇത്. നമ്മളൊരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. നമ്മളൊരു പുതിയ ജോലിയിലോ അങ്ങനെയൊക്കെ പ്രവേശിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥമായി അതിനകത്ത് കർമ്മോത്സുകതയോടുകൂടി വർക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു തുടക്കം, ഒരു നേതൃത്വ സ്ഥാനത്തോട്ടോ അല്ലെങ്കിൽ ഒരു ജോലിയിലോ കയറി കഴിയുമ്പോൾ അതിനകത്ത് ഒരു നല്ലൊരു തുടക്കം കിട്ടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. ഇത് നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഈ പറയുന്ന കാര്യത്തിന് നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സിൽ നിന്നെല്ലാം സപ്പോർട്ടും നമുക്ക് ഈ ഒരു കാര്യത്തിന്, ഈ ഒരു പുതിയ തുടക്കത്തിന്, ഈ ഒരു നേതൃത്വ സ്ഥാനത്തിൽ എത്തിപ്പെടുന്നതിന് നമുക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും കിട്ടുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു അഭിമാനം ഉണ്ടാവുന്നു. ഇത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഭിമാനം തോന്നുന്ന സിറ്റുവേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ എനർജി ഇന്ന് ബാലൻസ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. മണിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലാത്ത കാര്യത്തിലാണെങ്കിലും ഒരു ബാലൻസ്ഡ് എനർജിയാണ് നമുക്കിന്ന് ഇതിനകത്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ചീറ്റിംഗ് എനർജി വരാനുള്ളൊരു സാധ്യതയും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോഴോ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ സംഭവിക്കുമ്പോഴോ ചില ആളുകൾ നമുക്ക് എതിരെ തിരിയാനോ അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടൊരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചാരിയറ്റിൻ്റെ എനർജിയാണ്. അതായത് നമുക്ക് അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കുറേ നാളുകളായിട്ട് ചിലപ്പോൾ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനം ലബ്ധിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ കലാകാരന്മാർ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അംഗീകാരത്തിനോ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ചില ആളുകൾ ചില എക്സാംസൊക്കെ ഒരുപാട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്ത് ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ആ അഭിലാഷം പൂർത്തീകരിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.